ശുഭ്കുമാര നമസ്കാർ. ഇന്ന് നമ്മൾ ശവയാത്ര കഹാനീൻ്റെ അടുത്ത ഭാഗമാണ് നോക്കാൻ പോകുന്നത്. സുർജ सुबह का गया दोपहर बाद लौटा था, थका हारा हताश. उसे इस हाल में देखकर कलन ने पूछा, क्या हुआ बापू? सुरजा ने निढाल स्वर में कहा, होना क्या था, मिस्त्री कहीं दूर रिश्तेदारी में गया है. 10-15 दिन बाद आवेगा बेटो, मुझे ना लगो इब वो आवेगा. സുർജ ने अपनी मन की हताशा जाहिर की. അപ്പോൾ നമ്മുടെ സുർജ കല്ലിനെ ഫുള്ള് ഇഷ്ടികകളെ നോക്കിക്കൊണ്ട് രാത്രി അല്ലെങ്കിൽ അത് മുഴുവൻ എടുത്തു വെച്ചിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് രാവിലെ തന്നെ ആ സാബിർ മിസ്ത്രീൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം രാവിലെ വരാമെന്ന് പറഞ്ഞാണല്ലോ, അങ്ങോട്ടേക്ക് പോയി. പക്ഷേ കുറച്ച് നേരം ഇവിടെ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ കുഞ്ഞിന് ഭയങ്കര വയ്യായി ഉണ്ട്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് മീൻസ് ലേറ്റായി. നമ്മുടെ സുർജ വീട്ടിലേക്ക് തിരിച്ചെത്താൻ നല്ലോണം വൈകി. ഭയങ്കര വിഷമത്തോടെ ഭയങ്കര നിരാശയോടുകൂടി തളർന്നിട്ടാണ് സുർജ വരുന്നത്. സുർജനെ കണ്ടമ്പാടെ കല്ലൻ ചോദിച്ചു, എന്താ പറ്റിയ അച്ഛാ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി എന്ത് പറ്റാനാണ്? കല്ലൻ മറുപടി പറയാണ്, ഇനി എന്ത് പറ്റാനാണ്? മിസ്ത്രി കഹിൻ ദൂർ റിശ്തേദാരി മേ ഗയാ ഹേ. അവിടെ മിസ്ത്രി ഇല്ല, അവരെവിടെയോ ബന്ധു വീട്ടിൽ പോയിരിക്കുകയാണ്. 10-15 ദിവസം കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ എന്ന് പറഞ്ഞു. മോനെ, എനിക്ക് തോന്നുന്നില്ല അവർ വരും എന്നുള്ളത്. സുർജാനെ അപ്നി മൻകി ഹതാശ ചാഹിർഹി. സുർജ തൻ്റെ മനസ്സിലെ നിരാശ മകനോട് വ്യക്തമാക്കി. അതായത് ആ മിസ്ത്രിയും വരില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. क्यों बापू, हम तो उसकी मेहनत का पैसा उसे पीछांगी दे रहे थे, फिर भी वह मुकर गया. कलन ने ताजुब जाकर किया. എന്താ അച്ഛാ അവർ വരാത്തത്? നമ്മളെന്താ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവർക്ക് കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ? എന്താണ്, ഇല്ലെങ്കിൽ അവർക്കെന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഫിർ ബി വഹ് മുക്കർ ഗയ. നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോലും അവർ പിന്തിരിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. गाँव के ही किसी ने उसे रोका होगा. साबिर ऐसा आदमी तो ना हो वह भी इनसे डर गया दिखे. അപ്പോൾ പറയാണ്, ആ മിസ്ത്രി അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല, ഗ്രാമത്തിൽ നിന്ന് ആരോ അവരെ തടഞ്ഞതാണ്, അവരെ പേടിപ്പിച്ചിട്ടുണ്ടാവും. ആ പേടി കാരണമായിരിക്കും അദ്ദേഹം വരാത്തത്. സുർജാനെ ഗഹരെ അവസാദ് മേ ഡൂബ് കർ കഹാ ദോനോ ഗഹരി ചിന്ത മേ ഡൂബ് ഗയേ थे. അപ്പോൾ സുർജ അത് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ചിന്തയിൽ മുഴുകി. ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട്. സലോനി കാ ജി കൈസാ ഹൈ, സുർജാനെ പൂച്ച. സലോനിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് സുർജ ചോദിക്കുകയാണ്. ഉസ്കി തബിയത്ത് ज़्यादा ही बिगड़ गई है, अस्पताल ले जाना पड़ेगा. കല്ലൻ ने ചിന്ത വ്യക്ത की. അവളുടെ ആരോഗ്യം ഭയങ്കരമായിട്ട് മോശമായി വരുന്നുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് കല്ലൻ പറഞ്ഞു. किसी झाड़ू फूंक वाले को बुलाओ, कहीं कुछ ओपरा ना हो. सुरजा ने मन की शंका बताई. नहीं बापू, मैं कल सुबह की उसे लेकर शहर जाऊंगा, बस आज की रात ठीक ठाक कट जाए. कलन के स्वर में गहरी पीड़ा भरी हुई थी. അപ്പോൾ വല്ല മന്ത്രവാദികളിലെ ആരെങ്കിലും വിളിക്കണോ, എന്തെങ്കിലും പറ്റിയതാണോ എന്ന് സുർജ മനസ്സിലിങ്ങനെ സംശയിക്കുകയാണ്. അപ്പോൾ പറയാണ്, നെഹി ബാപ്പു, വേണ്ട അച്ഛാ, मैं कल सुबह की उसे लेकर शहर जाऊंगा. ഞാൻ രാവിലെ തന്നെ സലോനിനെയും കൂട്ടിയിട്ട് പട്ടണത്തിലേക്ക് പൊക്കോളാം. രാവിലെ നേരത്തെ. ആജ് കി രാത്രി, ഇന്ന് രാത്രി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഴിഞ്ഞ് പോവാം, എന്നിട്ട് രാവിലെ നേരത്തെ ഇവിടുന്ന് പട്ടണത്തിലേക്ക് പോവാം എന്ന് പറയാണ്. കല്ലൻ്റെ ആ ഒരു സ്വരത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു വേദന നിറഞ്ഞിരുന്നു. സുർജാനെ ഉസേ ഠാഠാസ് ബുധായ. पूरी रात जगाते हुए इकट्ठी थी. सलोनी की तबीयत बहुत ज़्यादा बिगड़ गई थी. അങ്ങനെ രാത്രി മുഴുവൻ കഴിഞ്ഞു. സലോനിൻ്റെ ആരോഗ്യം ഒന്നും കൂടെ മോശപ്പെട്ടു. सुबह होते ही कलन ने सलोनी को पीठ पर लाता उसके इर्द गिर्द ठीक से कपड़ा लपेटा. सरोज साथ थी. वो धूप चढ़ने से पहले शहर पहुंचाना चाहते थे. രാവിലെ ആയതും കല്ലൻ സലോനിനെ തോളിൽ കയറ്റിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവളുടെ ഡ്രസ്സൊക്കെ ഇർദ് ടീക് സി കപ്പട ലപ്പേട. അവൾ എന്താ പറയുക, ശരീരം മുഴുവൻ ഡ്രസ്സൊക്കെ നല്ലപോലെ ചുറ്റി നടക്കുകയാണ്. സരോജും കല്ലനും മോളെ എടുത്തിട്ട് നടക്കുകയാണ്. ധൂപ് ചട്നി സി പഹലെ, വെയിൽ വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് പട്ടണത്തിലെത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നേരത്തെ പുറപ്പെടുന്നത്.
शहर गांव से लगभग 8-10 किलोमीटर दूर था. आने जाने का कोई साधन नहीं था. പട്ടണം ഗ്രാമത്തിൽ നിന്ന് എന്താണ് 8-10 കിലോമീറ്റർ ദൂരെയാണ്. പോവാനും വരാനും ഉള്ള ഒരു വണ്ടികളോ ഒന്നുമില്ല. അപ്പം നടന്ന് തന്നെ പോകണം. कलन ने गांव के संपन्न चमारों से बैलगाड़ी मांगी थी, लेकिन बलहारों को वो गाड़ी देने को तैयार नहीं थे. കല്ലൻ ഗാവ്ക്ക് സമ്പന്ന ചമാരോ കല്ലൻ ഗ്രാമത്തിലുള്ള സമ്പന്നരായിട്ടുള്ള ചമാരോൻ്റെ അടുത്ത് ബൈൽഹാടി മാങ്കിത്തി. ആ കുട്ടിക്ക് വയ്യല്ലോ, അപ്പോൾ കുട്ടീനെയും കൊണ്ടുപോകാൻ ബൈൽഗാഡി ചോദിച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ബൽഹാറിന് വണ്ടി കൊടുക്കാൻ റെഡി ആയില്ല. पीठ पर लात कर सलोनी को ले चलना कठिन हो रहा था. वह बार बार पीठ से नीचे की ओर लुढ़क रही थी. തോളിൽ ഏറ്റിട്ട് അവളെ കൊണ്ട് സലോനിനെയും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് തോളിൽ നിന്ന് താഴേക്ക് ഉതിർന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കല്ലൻ की पत्नी सहारा देते हुए इसके पीछे पीछे चल रही थी. കല്ലൻ്റെ പത്നിയാണെങ്കിൽ അവനെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടീനെ പുറകിൽ നിന്ന് താങ്ങിക്കൊണ്ട് അവൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. वो जल्दी से जल्दी शहर पहुंचना चाहते थे, लेकिन रास्ता कटे नहीं कर रहा था. അവരെത്രയും പെട്ടെന്ന് തന്നെ പട്ടണത്തിലേക്ക് എത്താൻ ആഗ്രഹിച്ചിട്ടാണ് നടക്കുന്നത്, പക്ഷെ വഴി അവസാനിക്കുന്നേയില്ല. जैसे जैसे धूप चढ़ रही थी, सलोनी का जिस्म निटाल हो रहा था. उसकी सांसें धीमी पड़ गई थी. शहर लगभग आधा किलोमीटर दूर रह गया था. अचानक कलन को लगा जैसे सलोनी की बार कुछ बढ़ गया है. बुखार से तपता जिस्म ठंड पड़ गया था. അങ്ങനെ ധൂപ് ചढ़ रही थी. വെയിൽ കുറച്ചും കൂടെ കൂടി വന്നു. സലോനിൻ്റെ ജിസ്മ് എന്താണ് അനങ്ങാതെയായി. അവളുടെ ശ്വാസം ധീമി ഭയങ്കര സ്ലോ ആയി. ഷഹർ എത്താൻ ഇനി പട്ടണം എത്താൻ ഒരു 1/2 കിലോമീറ്ററൊക്കെ തന്നെ ഉള്ളൂ, പകുതി കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ കല്ലന് തോന്നി സലോനി കാ ബാർ കുച്ച് ബഡ് ഗയാ ഹൈ. സലോനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് കല്ലന് മനസ്സിലായി. ബുക്കാറ് കൊണ്ട് ഇല്ലെങ്കിൽ വയ്യായ കൊണ്ട് ചൂടായിട്ടുണ്ടായിരുന്ന അവളുടെ ശരീരം ഇപ്പോൾ തണുക്കാൻ തുടങ്ങി. ഉസ്നെ സരോജ് സെ കഹാ ദേഖോ തോ സലോനി ടീക് തോ ഹൈ. അപ്പോൾ അവൻ സരോജിൻ്റെ അടുത്ത് ഭാര്യേൻ്റെ അടുത്ത് പറയാണ്, ഒന്ന് നോക്ക് സലോനി ഓക്കെ ആണോ എന്ന് നോക്ക് എന്ന് പറയാണ്. सलोनी की शरीर में कोई स्पंदन ही नहीं था. सरोज हाथ मार कर चीख पड़ी, मेरी बेटी को क्या हो गया, देखो तो ये हिल क्यों नहीं रही, उसने रोते हुए कहा. സലോനി അവളുടെ ശരീരത്തിൽ നോക്കി, ഒരു സ്പന്ദനം, ഒരു അനക്കമില്ല. സരോജ് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ എൻ്റെ മോൾക്ക് എന്താണ് പറ്റിയത്, അവളൊന്നും അനങ്ങുന്ന പോലും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് അവൾ കരയാൻ തുടങ്ങി. कलन ने सलोनी को पीठ से उतार कर सड़क के किनारे लिटा दिया था. वह हताशा टक सा खड़ा था. കല്ലൻ സലോനീനെ ആ റോഡിൻ്റെ സൈഡ് തന്നെ കിടത്തിയിട്ട് അവിടെ നിരാശനായിട്ട് നിന്നു. उसके अंदाज में एक हड़कंप सी मच गई थी. 10 वर्ष की जीती जागती सलोनी उसके हाथों में ही मुर्द जिस्म में बदल गई थी. ആ ഒരു അവസ്ഥ, അതായത് 10 വയസ്സുള്ള ആ കുട്ടി 10 വയസ്സ് വരെ തൻ്റെ കയ്യിൽ കിടന്ന് വളർന്ന സലോനി ഇപ്പോൾ അനക്കമില്ലാത്തൊരു ബോഡി ആയിട്ട് മാറിക്കഴിഞ്ഞു. सब कुछ आंखों के सामने घटा था. वो जोर जोर से चीख कर रो रहे थे. എല്ലാം തൻ്റെ കണ്ണിൻ്റെ മുന്നിലാണ് നടക്കുന്നത്. അവൾ ഓടിച്ചാടി നടന്നതും കളിച്ചതും വളർന്നതും ഇപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതും എല്ലാം തൻ്റെ കണ്ണിൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് അവൻ ജോർ ജോർ സെ ചീഖ് കർ റോ രഹേ തെ. വളരെ വളരെ ഒച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു. രാസ്ത സുൻസാൻ ത. രാസ്ത ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഉസ്കി ചീഖ് സുനനെ വാല ഭി കോയി ദൂർ ദൂർ തക് നഹീ ത. അവൻ്റെ നിലവിളി കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ദൂരത്ത് പോലും ആരും ഉണ്ടായിരുന്നില്ല. वो काफ़ी देर इसी तरह बैठे रोते रहे. उन्हें सूझ ही नहीं रहा था क्या करें. ഒരുപാട് നേരം അവ അങ്ങനെ ഇരുന്ന് കരഞ്ഞു. പക്ഷെ അവനറിയില്ലായിരുന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. सड़क किनारे कच्चे रास्ते पर सलोनी की शव को लिए वो तड़प रहे थे. റോഡിൻ്റെ സൈഡ് ഒരു പ്ലെയിനായിട്ടുള്ള ആ വഴിയിൽ വെറും നിലത്ത് സലോനീൻ്റെ ഡെഡ് ബോഡി ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് അവന് വല്ലാത്തൊരു അവസ്ഥയായി. അവനിങ്ങനെ സങ്കടം കൊണ്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. काफ़ी देर बाद एक व्यक्ति शहर की ओर से आता दिखाई पड़ा. उन्हें उम्मीद की एक झलक दिखाई दी, शायद आने वाला उसकी कोई मदद करे.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഗ്രാമത്തിൽ നിന്നും മടങ്ങി വരുന്ന ഏതോ ഒരു വ്യക്തിനെ കണ്ടു. അവർ കുറച്ചു നേരം അവരെ നോക്കി നിന്നു, കാരണം അദ്ദേഹം ഇവരെ സഹായിച്ചാലോ എന്ന് ഓർത്തിട്ട്. राहगीर क्षण भर उसके पास रुका लेकिन बिना कुछ कहे आगे बढ़ गया. ആ വഴി കൂടെ വന്ന ആൾ ഈ ഡെഡ് ബോഡീൻ്റെ അടുത്ത് കുറച്ചു നേരം നിന്നു, പക്ഷെ ഒന്നും പറയാതെ അവർ മുന്നോട്ട് പോയി. शायद उसने उन्हें पहचान लिया था, उसी गाँव का था. कलन को लगा इंसान की जात ही सब कुछ है. പക്ഷെ ആ വന്ന ആളെ കള്ളൻ അറിയായിരുന്നു, അവരുടെ ഗ്രാമത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടാതെ ഒന്നും സഹായിക്കാതെ അദ്ദേഹം പോയി. അപ്പോൾ കള്ളൻ അപ്പം മനസ്സിലായി ഇൻസാൻക്ക് മനുഷ്യൻ്റെ ജാതാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു ജാതിയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ വർഗമാണ് എല്ലാം എന്ന് കള്ളന് അന്ന് ആ നിമിഷം ബോധ്യപ്പെട്ടു. आखिर वो उड़े और बेटी का शव कंधों पर रखकर गाँव की ओर लौट चले. कंधों पर जितना बोझ था उससे कहीं ज़्यादा बोझ उनके भीतर समाया हुआ था. सलोनी की बचपन की किलकारियाँ रग रग कर उनकी स्मृतियों में कुलांचे भर रही थी. അവൻ അവിടെ നിന്ന് പിന്നെയും മകളുടെ ശരീരം കൈകളിലെടുത്തിട്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. കയ്യിൽ എത്ര ഭാരമുണ്ടോ, 10 വയസ്സായിട്ടുള്ള കുട്ടീൻ്റെ ഭാരം കയ്യിലുണ്ട്, പക്ഷെ അതിനേക്കാളും എത്രയോ ഭാരം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം സലോനി ജനിച്ചപ്പോൾ മുതൽ അവളുടെ ചെറുപ്പത്തിലുള്ള കിൽക്കാരിയും കൊഞ്ചലും അവളുടെ കളിയും ചിരിയും ഓർമ്മകളും എല്ലാം മനസ്സിൽ വന്ന് നിറഞ്ഞ് മനസ്സിന് അതിൻ്റെ 10 ഇരട്ടി ഭാരം ഉണ്ടായിരുന്നു. അവളെക്കാട്ടിലും 10 ഇരട്ടി ഭാരം മനസ്സിനുണ്ടായിരുന്നു. ഭാരി മനസ്സിൽ വോ സലോനി കാ ശവ് ഉഠായി ഗാവ് കി ഓർ ബഡ് രഹേ थे. എന്താ പറയുക, വേദന കൊണ്ട് നിറഞ്ഞ മനസ്സായിട്ട് കള്ളൻ സലോനിൻ്റെ ഡെഡ് ബോഡി എടുത്തിട്ട് ഗ്രാമത്തിൻ്റെ സൈഡിലേക്ക് നടന്നു. രാസ്ത ജിസ്മേ ഖതം ഹി നഹി ഹോ റഹാ താ. വഴി ഒരിക്കലും അവസാനിക്കുന്നതായിരുന്നില്ല. ജിतना समय शहर के पास पहुँचने में लगा था उससे ज़्यादा गाँव पहुँचने में लग रहा था. അതായത് എത്ര ദൂരമാണോ പട്ടണത്തിലേക്ക് എത്താൻ അവർക്ക് എടുത്തത്, അതിനെക്കാട്ടിലും എത്രയോ ഇരട്ടി ദൂരം ഗ്രാമത്തിലേക്ക് എത്താനുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പോയി. സരോജ് का हालत बहुत ही चिंताजनक थी. वह सिर्फ घिसट रही थी. टूट तो कलन भी गया था लेकिन किसी तरह स्वयं को संभाल हुई था. सरोज अधमरी सी हो गई थी. उसे चला नहीं जा रहा था. സരോജിൻ്റെ അവസ്ഥ അതിനേക്കാളും മോശമായിരുന്നു. അവൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കള്ളനും മുറിഞ്ഞു പോയിട്ടുണ്ടില്ലെങ്കിൽ കള്ളനും വിഷമമുണ്ട്, പക്ഷേ അവന് ഒറ്റയ്ക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയായിരുന്നു. അവൻ സങ്കടങ്ങളുള്ളിൽ ഒതുക്കിയിട്ട് കുട്ടിനെ എടുത്ത് നടക്കായിരുന്നു. പക്ഷേ സരോജിന് അതൊട്ടും പറ്റുന്നില്ല. സരോജ് അദ്മരി സി ഹോ ഗയി തി. പകുതി മരിച്ച അവസ്ഥയായി സരോജ്. അവൾക്കൊന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല. सुरजा ने उन्हें दूर से ही देख लिया था. पहचाना तो नहीं पास आने पर ही, लेकिन दूर से आते आकृतियों को देखकर उसने अंदाज लगा दिया. वो जिस तरह सलोनी को ला रहे थे देखकर उसका माथा ठनका. സുർജ ഇവരെ ദൂരത്ത് നിന്ന് കണ്ടു. അപ്പോൾ വരുമ്പോൾ തന്നെ സുർജയ്ക്ക് മനസ്സിലായി അവർ വരുന്നൊരാകൃതി കണ്ടപ്പോൾ എന്തൊക്കെയോ ഊഹിച്ചു. കാരണം എങ്ങനെയാണ് ഇവിടുന്ന് പോയത് അതുപോലെയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിച്ചു അദ്ദേഹം. ഇതെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. और घर से निकलकर सड़क तक आ गया था. सलोनी का शव देखकर वह स्वयं को ही नहीं संभाल पा रहा था और तड़प उठा था. അവരെ കണ്ടപ്പോൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡ് സൈഡിലേക്ക് ഓടിപ്പോയി. സലോനിൻ്റെ ശവം കണ്ട ഉടനെ അദ്ദേഹത്തിന് സുർജയ്ക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. തടപ്പുടാത്ത അവനെന്താണ് വൈബ്രേഷനായിപ്പോയി, അല്ലെങ്കിൽ വിറച്ചു പോയി. സെമീൻ पर दोहतड़ मार मार कर वह रोने लगा था. മണ്ണെടുത്ത് താഴെ ഇരുന്ന് മണ്ണിങ്ങനെ എടുത്തെടുത്ത് അവൻ കരയാൻ തുടങ്ങി. कलन की आंखों से भी बेदहाश आंसू बह रहे थे. उनका रोना धोना सुनकर संतोष भी आ गई थी. उन्हें ढड़ास बांधने वाला कोई नहीं था. കല്ലൻ്റെ സങ്കടം കല്ലനും കരയാൻ തുടങ്ങി. വല്ലാതെ ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ടായിരുന്നു. അവരുടെ കരച്ചിലും പിച്ചിലൊക്കെ കേട്ടിട്ട് സന്തോ അകത്തുനിന്ന് വന്നു. പക്ഷെ അവളെ താങ്ങാൻ മാത്രം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മീൻസ് കല്ലൻ, സുർജ, സരോജ് പകുതി ചത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സന്തോ
ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ പോലും ആശ്വസിപ്പിക്കാൻ പോലും ഉണ്ടായില്ല. शहर से लौटने में उन्हें वैसा ही समय ज़्यादा हो गया था, किसी को बुलाने के लिए भी समय नहीं था। रात भर इंतज़ार करने की स्थिति में नहीं थे। कलन चाहता था कि शाम होने से पहले ही दाह संस्कार हो जाए। सलोनी की शव को देखकर सरोज बार बार बेहोश हो रही थी. പട്ടണത്തിൽ നിന്ന് തിരിച്ചു വരാൻ ഒരുപാട് സമയം എടുത്തുല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെയും വിളിക്കാനും ഇങ്ങനെ കുട്ടി മരിച്ചു എന്ന് പറയാനും ഒന്നും സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരെയും രാത്രി മുഴുവൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. കള്ളൻ അപ്പോൾ വിചാരിച്ചു ഈവനിങ് ആവുമ്പോഴത്തേനും ഡെഡ് ബോഡിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തണമെന്ന്. കാരണം സലോനീൻ്റെ ബോഡി കാണുമ്പോൾ സരോജ് വിഷമം കൊണ്ട് പകുതി മരിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോൾ വേഗം സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താം എന്ന് കള്ളൻ വിചാരിക്കുകയാണ്. समस्या थी लकड़ियों की. दाह संस्कार के लिए लकड़ियाँ उनके पास नहीं थी. सुरजा और संतोम लकड़ियों का इंतजाम करने के लिए निकल पड़े थे. പിന്നെ അടുത്ത പ്രശ്നം വരുന്നത് ഈ ഡെഡ് ബോഡി സംസ്കരിക്കാനുള്ള മരത്തടികളില്ല. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സുർജയും സന്തോയും അവിടെ നിന്ന് പോയി. उन्होंने चमारों के दरवाज़ों पर जाकर गुहार लगाई थी, लेकिन कोई भी मदद करने को तैयार नहीं था. അവർ രണ്ടുപേരും ചമാറുടെ വാതിൽക്കൽ ദീനമായിട്ട് വിളിച്ചുകൊണ്ട് നിന്നു. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് തങ്ങൾക്ക് ആവുന്ന വിധത്തിൽ പറഞ്ഞു. പക്ഷെ ആരും തന്നെ സഹായിക്കാൻ റെഡി ആയില്ല. घंटा भर भटकने के बाद भी वो इतनी लकड़ी नहीं जुट पाई थी कि ठीक से दाह संस्कार हो सके. ഗർമേ ഉബലേത്തി. അപ്പോൾ ഒരു ദിവസം ഒരുപാട് മണിക്കൂറുകൾ നടന്നിട്ടും അവർക്ക് ആ ബോഡി സംസ്കരിക്കാനുള്ള മരക്കഷ്ണങ്ങൾ പോലും കിട്ടിയില്ല. ഗർമേ ഉബലേത്തി. വീട്ടിലെന്താണ് ചാണകവറളിയുണ്ട്. ഈ ചാണകത്തിന് നമ്മൾ ഉണക്കിയെടുത്ത് വെക്കുന്നത് അതുണ്ട്. സന്തോനെ കഹാ ലക്കടിയും കി ജോ ഹൈ ഉബലെ ഹി ലേ ജാവോ. സന്തോ പറഞ്ഞു മരത്തിൻ്റെ പകരം നമുക്ക് ചാണകവറളി യൂസ് ചെയ്യാമെന്ന്. चमारों का स्मशान घाव के निकट ही था, लेकिन उसमें बलहारों को अपने मुर्द फूंकने की इजाज़त नहीं थी. ചമാറിൻ്റെ ശ്മശാനം ഗ്രാമത്തിനടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ അവിടെ ബൽഹാറുടെ ഡെഡ് ബോഡികൾ കത്തിക്കാനുള്ള അധികാരം ഇല്ല. കല്ലൻ കി മാ കെ സമയം ബി ഐസി ഹി സമസ്യ ആയി തീ. കല്ലൻ്റെ അമ്മ മരിച്ചപ്പോഴും ഇതേ പ്രശ്നം വന്നിരുന്നു. चमारों ने साफ मना कर दिया था. गाँव से बाहर 3-4 കിലോമീറ്റർ ദൂർ ले जाकर फूंकना पड़ा था. ചമാരോ എല്ലാവരും തന്നെ അതിനെ എതിർത്തിരുന്നു. ബൽഹാറിൻ്റെ ബോഡി ഇവിടെ കത്തിക്കാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഗ്രാമത്തിൽ നിന്നും 3-4 കിലോമീറ്റർ ദൂരെ നടന്നിട്ടാണ് डेड बॉडी कत्तिचது. इतनी दूर सलोनी की शव को ले जाना, लकड़ी उबले भी ले जानी थी. सुरजा और कलन के अलावा कोई नहीं था जो इस कार्य में हाथ बांधा सकता था. ഇത്രയും ദൂരം സലോനീൻ്റെ ഡെഡ് ബോഡി എടുക്കണം, മരക്കഷ്ണങ്ങൾ എടുക്കണം, ഉബലയും എടുക്കണം. സുർജിയും കല്ലനുമല്ലാതെ അവിടെ വേറെ ആരും തന്നെ ഇല്ല. ഒരു കൈസഹായത്തിന് പോലും അവിടെ ആരുമില്ല. बल्हारों के मुर्द को हाथ लगाने या शव यात्रा में शामिल होने गांव का कोई भी व्यक्ति नहीं आया था. ബൽഹാറുടെ ആ ഒരു മുർദംക്ക് ഡെഡ് മരണമായിട്ട് ബന്ധപ്പെട്ട ആ ചടങ്ങിൽ അല്ലെങ്കിൽ ശവയാത്രയിൽ പങ്കെടുക്കാൻ ആ ഗ്രാമത്തിൽ നിന്ന് ഒരു വ്യക്തിയും വരാറില്ല. ജാത് ഉൻക രാസ്ത റോക്ക് രഹി തി. ജാതിയാണ് അവരുടെ വഴി തടയുന്നത്. कल्लन ने काफ़ी कोशिश की थी. वह रविदास मंडल, डॉक्टर अंबेडकर युवक सभा के लोगों से जाहिर मिला था. കല്ലൻ ഒരുപാട് പരിശ്രമിച്ചു. രവിദാസ് മണ്ഡൽ അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കർ യുവക് സഭ ഇതൊക്കെ ഈ ദളിത് സഭകളാണ്. അവിടുത്തെ ആൾക്കാരെയൊക്കെ പോയി കണ്ടു. പക്ഷെ കോയി ബിസ താനേക്കോ തയ്യാർ നഹിത. പക്ഷെ ആരും തന്നെ അവരുടെ കൂടെ വരാൻ റെഡിയായില്ല. കിസിന കിസി ബഹാനെ വോ സബ് ഖന്നി കാട്ട് ഗയി. എല്ലാവരും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. റെയിൽവേ കോളനി में अम्बेडकर जयंती के भाषण उसे याद आने लगे थे. उनसे उन तमाम विचारों को झड़क लिया था. गहरे वितृष्ण उसके भीतर उड़ रही थी. उसे लगा वो तमाम भाषण खोखले और बेहद बनावटी थे. റെയിൽവേ കോളനിയിൽ നടക്കാറുള്ള അംബേദ്കർ ജയന്തിയിൽ പറയുന്ന പ്രസംഗം കല്ലൻ
ആലോചിച്ചു. എന്നിട്ട് വിചാരിക്കുകയാണ് ആ പറയുന്നതൊക്കെ വെറുതെയാണ്, അതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കുകയാണ്. कलन ने सुरजा से कहा, बापू अब देर मत करो। उन दोनों ने कपड़े में लिपटे सलोनी की शव को उड़ा लिया था। स्त्रियों के स्मशान जाने का रिवाज बल्हारों में नहीं था, लेकिन संदो और सरोज के लिए इन रिवाज को तोड़ देने के अलावा कोई और रास्ता नहीं बचा था. സുർജ കല്ലൻ സുർജാൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇനി നേരം വൈകിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സലോനീൻ്റെ ഡ്രസ്സിൽ പൊതിഞ്ഞ സലോനീൻ്റെ ഡെഡ് ബോഡി എടുത്തിട്ട് നടക്കുകയാണ്. ശരിക്കും ശ്മശാനത്തിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പറ്റില്ല. ഈ ബൽഹാറുടെ രീതി അനുസരിച്ചിട്ട് ശ്മശാനത്തിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പറ്റില്ല. പക്ഷേ സന്തോനും അതുപോലെ സരോജിനും വേറെ വഴിയില്ല. കാരണം കുട്ടീനെ രണ്ടുപേര് പിടിച്ചാൽ ചാണകവരളിയും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങളും എടുക്കാൻ വേറെ രണ്ടുപേര് വേണം. വേറെ പുരുഷന്മാരും അല്ലെങ്കിൽ വേറെ ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട് സ്ത്രീകൾ തന്നെ അത് എടുത്തു. അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരുടെ ഒരു രീതി പൊളിച്ചെടുക്കേണ്ടി വരികയാണ്, അത് ബ്രേക്ക് ചെയ്യേണ്ടി വരികയാണ്. അല്ലാതെ വേറെ വഴിയില്ല അവരുടെ മുന്നിൽ. संदो ने लकड़ियों का गट्टर सिर पर रखकर हाथ में आग और कांडी उठा लिए थे. पीछे पीछे सरोज बलम से बड़ा टोकरा लिए चल पड़ी थी. संदो മരങ്ങളെല്ലാം കൂടെ കെട്ടി തലയിൽ വെച്ചുകൊണ്ട് കയ്യിൽ തീ ഉള്ള ആ ഒരു ബോഡി കത്തിക്കാനുള്ള തീയും ആ മരക്കഷ്ണത്തിൽ കത്തിച്ചുകൊണ്ട് ചൂട്ട് പോലെ കത്തിച്ചുകൊണ്ട് സന്തോ നടന്നു. അതിൻ്റെ പുറകിൽ സരോജ് ചാണകവരലുകൾ നിറച്ച ഒരു കൊട്ടയെടുത്തിട്ട് അവളും നടന്നു. ഈ ശവയാത്ര को देखने के लिए ചമാരിനോ अपनी छातों पर चढ़ गई थी. ഈ ശവയാത്ര കാണാൻ ചമാരിനോ എന്ന് വെച്ചാൽ ചമാര് കുലത്തിലുള്ള ഭാര്യമാർ, സ്ത്രീകൾ, അവരെല്ലാവരും അവരുടെ വീട്ടിൻ്റെ മേൽക്കൂരേൻ്റെ അവിടെ ടെറസിൽ വന്ന് നിന്നു, അല്ലെങ്കിൽ ആ മുകൾ ഭാഗത്ത് വന്ന് നിന്നു. ഉनकी आंखों के घोर भीगे हुए थे, लेकिन बेबस थी, अपने अपने दायरों में कैद. അവരുടെ കണ്ണിലെല്ലാം കണ്ണീരുണ്ടായിരുന്നു, പക്ഷെ ആരും തന്നെ ഒന്നും ചെയ്യാൻ റെഡി ആയിരുന്നില്ല. കാരണം എല്ലാവരും അവരവരുടെ കെട്ടുപാടുകളിൽ പെട്ട് കിടക്കുകയായിരുന്നു. बल्हारों तो आखिर बल्हार ही थे, अपने ही नहीं, उन्हें तो दूसरे के मुर्दों भी ढोने की आदत थी. चमारों का गाँव और उसमें एक बल्हार परिवार. ബൽഹാർ എന്താണ്, എപ്പോഴും ബൽഹാർ തന്നെയാണ്. എന്താ പറയുക, അവർക്ക് ആരും തന്നെ ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ ഒരു സഹായവും അവർക്കുണ്ടാവില്ല. ചമാറിൻ്റെ ഗ്രാമത്തിൽ പെട്ട ഒരേ ഒരു ബൽഹാർ പരിവാറിൻ്റെ അവസ്ഥ ഇതാണ്. ആക്ച്വലി ചമാറും ബൽഹാറും ദളിത് തന്നെയാണ്, പക്ഷെ അച്യുത്തോമേ അച്യുത്ത് ആയിട്ടാണ് ബൽഹാറിനെ കണക്കാക്കുന്നത്. അപ്പോൾ ജാതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ജാതിൻ്റെ പേരിൽ നമ്മളൊരാളെ മാറ്റി നിർത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു മാനസിക വിഷമം ഒക്കെ നമുക്ക് ഈ കല്ലനിലൂടെ, സുർജിയിലൂടെ, ഈ ശവയാത്ര കഹാനിയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജാതി വെറും ഒരു ഐഡൻറ്റിറ്റി ആണ്, ഇല്ലെങ്കിൽ പണ്ട് ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണ് ജാതി. അതല്ല ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മനുഷ്യത്വപരമായിട്ടുള്ള മറ്റനേകം കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണ് ശവയാത്ര.